പാലക്കാട് പനയംപാടത്ത് ലോറി മറിഞ്ഞു മരിച്ച 4 വിദ്യാർത്ഥിനികളുടെ ഓർമ്മകളുമായി ഒത്തുകൂടി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. വിദ്യാർത്ഥികളുടെ മരണത്തിന് ശേഷം ആദ്യമായാണ് സ്കൂൾ തുറക്കുന്നത്. അനുശോചന യോഗത്തിന് ശേഷമാകും പരീക്ഷ നടക്കുക. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, വളരെ വൈകാരികമായ നിമിഷങ്ങളാണ്, എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുശോചന യോഗം നടക്കുകയാണ്. കൃത്യം 9:30 തന്നെ ഈ യോഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. 9:30 വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുള്ളതിനാൽ 9:30 തന്നെ യോഗം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ യോഗം തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും നാട്ടിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, അവിടെ പരീക്ഷ എഴുതാൻ വന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾ അവര് സഹപാഠികളാണ്. അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വൈകാരികമായ ബന്ധമുണ്ടെങ്കിൽ പോലും അവർ വളരെ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇന്നലെ അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറിയ കുട്ടിയെ കണ്ടു. ആ കുട്ടി ഏതായാലും നോർമലായി വരുന്നുണ്ട്. അവിടെ നിന്ന് സ്കൂളിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മക്കളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ മാനസിക നില തകർക്കാതിത്ത രീതിയിൽ നമ്മുടെ അനുശോചന സന്ദേശവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായും എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തും. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും വളരെയധികം വേദനാജനകമായ ഒരു കൂടിച്ചേരലാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തീരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിൽ നിന്നും 4 പേര് വളരെ യാദൃച്ഛികമായി വേർപിരിഞ്ഞു പോയിരിക്കുകയാണ്. തീർച്ചയായും ഈ സ്കൂളിന് മാത്രമല്ല, ഈ നാടിനും കേരളത്തിനൊന്നാകെ വളരെയധികം വേദനിപ്പിച്ച അപകടത്തിൽ മരിച്ച 4 കുട്ടികൾക്കുള്ള അനുശോചന യോഗമാണ്. അവർക്കുള്ള ആദരവും സ്നേഹവും അർപ്പിക്കുകയാണ്. സ്കൂളുകളിൽ ആ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.